ക്യൂട്ടീസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യില്ലായിരുന്നു ഓണത്തിന്റെ ഗിവ് അവേയുടെ കാര്യം എന്താണ് ചേച്ചി ഗിഫ്റ്റ് ഒന്നും കാണിച്ചില്ലെന്നാ. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഗിഫ്റ്റുകളെ കാണിച്ച്, കുറച്ച് എനിക്കുള്ള സാധനങ്ങളും കുറച്ച് നിങ്ങൾക്കുള്ള ആ ഗിഫ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാന്ന് വെച്ചു. ഇങ്ങനത്തെ കുറച്ച് ഡയറീസ് ആണ് ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത്. 3 പേരുടെ പേര് ഓൾറെഡി അനൗൺസ് ചെയ്ത് അറിയാലോ, അവർക്കുള്ള ഗിഫ്റ്റാണിത്. ഫസ്റ്റ് ഇപ്രാവശ്യം മേടിച്ചിരിക്കുന്ന എല്ലാം സാൻഡ്രിയയുടെ തീമിലാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ടുള്ള നല്ല ഡയറീസ്, നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഡയറീസ് ആണ്. എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ 4 ഒന്നിച്ച് മേടിച്ചു. 3 നിങ്ങൾക്ക് തരാൻ വെച്ചാൽ ഒരെണ്ണം ഇവിടെ ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പം ഇത് ഇഷ്ടമുള്ള കളറൊന്നും ഇല്ല, ഞാനിങ്ങനെ ഒന്നിച്ച് മേടിച്ചപ്പോൾ അങ്ങനെ മേടിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നല്ല സൂപ്പർ ഡയറിയാണ്, നല്ലവണ്ണം നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കവായ് സ്റ്റിക്കേഴ്സ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാനും ഓർഡർ ചെയ്തപ്പം എല്ലാം പല ഇപ്രാവശ്യം മീഷോ നല്ല ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നിച്ചാണ് ഓർഡർ ചെയ്തത്, പക്ഷെ 3 മൂന്നായിട്ടാണ് വന്നത്. അപ്പൊ എനിക്കൊന്നും 3 ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ എല്ലാവർക്കും സ്റ്റിക്കേഴ്സ് ഇഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ ഓർഡർ ചെയ്യാന്ന് വെച്ചത്. അപ്പൊ ഇതായിരിക്കും 3 പേർക്കും ഓരോ പാക്കറ്റ്. അതിനകത്ത് ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച സാധനമാണ്. ഇത് ഈ വാട്ടർ കളറൊക്കെ പെയിന്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇങ്ങനെ വെള്ളം നിറച്ച ശേഷം നമുക്ക് വാട്ടർ കളറിങ് ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചോണ്ട് നോക്കാൻ മേടിച്ച കേട്ടോ. എത്ര നല്ലതാണ്, നമ്മൾ ചെയ്യാത്ത സാധനമല്ലേ. അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഇത് ഞാൻ തുറക്കാൻ നോക്കുമായിരുന്നു, കുറെ നേരമായിട്ട് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ മനസ്സിലായി എവിടെയാ തുറക്കേണ്ടെന്നുള്ള കാര്യം കേട്ടോ. പിന്നെ ഇങ്ങനെ തുറന്ന ശേഷം ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യാന്നാണെന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യും, നമ്മളൊരു ദിവസം വാട്ടർ കളർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പെയിന്റിങ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത് എനിക്ക് വേണ്ടി മേടിച്ചു. കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു, പക്ഷെ ഞാൻ മേടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ലേറ്റ് ആയത് എന്താണെന്നറിയോ, ഒത്തിരി ബിസി ആയിരുന്നു, ഇവിടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടാമത്തെ പാക്കറ്റ് ഇന്നും കൂടെ വന്നപ്പോൾ ഞാൻ എന്തോട് കാണിക്കും. ഇതാണ് ഇങ്ങനെ തന്നെ, അതുപോലത്തെ ഏകദേശമൊക്കെ തന്നെയാണ്. എത്ര വലിയ ഡിഫറൻറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഇതുപോലൊക്കെ തന്നെ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റിക്കറിന്റെ പാക്കറ്റ് ഇതുപോലത്തെ 3 മേടിച്ചത്. പക്ഷെ 3 ഡിസൈൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പൊട്ടിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അപ്പം ഒരു ഡയറിയും ഒരു ഇങ്ങനെ സ്റ്റിക്കറിന്റെ പാക്കറ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഗേൾ തീം ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു നമ്മുടെ ആൽക്കഹോൾ മാർക്കർ മേടിച്ചു. അത് ഞാൻ വെച്ച് 2 പേർക്ക്, മറ്റേ 2 ഒരാൾക്ക് ഈ ഏതെങ്കിലും ഇത് കൊടുക്കാം. പിന്നെ ഞാൻ വെച്ച് 3 പേർക്ക് സെയിം. ഇത് ഞാനപ്പോൾ എനിക്ക് വേണ്ടി അങ്ങ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആൽക്കഹോൾ മാർക്കാണ്. ഇതല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പല കളറിലുള്ളതുണ്ട്, നല്ല ലൈറ്റ് കളേഴ്സും ഉണ്ട്, നല്ല ഇതാണ്. പക്ഷേ ഇത് ഇപ്പൊ ഞാൻ കാണിക്കുമ്പോൾ എത്ര എഫക്റ്റ് ആയിട്ട് കാണാമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. വളരെ ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് പോലെയുള്ള കളറാണ് ഇതിനകത്ത് മാക്സിമം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ചിലപ്പോൾ അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ ഗിവേയുടെ ഗിഫ്റ്റിനകത്ത് ഇതായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഈ 3 പേർക്കുള്ള ഗിഫ്റ്റ് ഞാൻ കൊറിയർ ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി താമസിക്കുമായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പണ്ട് കൊറിയർ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പുതിയൊരാളെ ഞാൻ കുറെ നാളായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി ദൂരം ആയതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആണ്. നിങ്ങൾ ഗിഫ്റ്റ് എത്തിച്ചോളും, വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ 3 പേരും ഹാപ്പി ആണെന്നിരിക്കെ വെയിറ്റ് ചെയ്തതിന് വളരെ വളരെ സന്തോഷം. നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാന്ന് എനിക്കറിയാം. അടുത്ത പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരാൾക്ക് ഇതാണ്. ഇത് അടുത്ത പാക്കറ്റ് വന്നപ്പോൾ ഞാൻ കാണിക്കാം. ഇതാണ് 3ാമത്തെ പാക്കറ്റ് കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ കൊടുക്കുന്നത് ഇത് ഇത്ര നാളും എൻ്റെ കൂടെ നിന്ന ഒരാൾക്കായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് കോമ്പസ് ആയിരുന്നേ. എനിക്ക് നമ്മൾ ഈ കളറൊക്കെ ചെയ്യാൻ വേണ്ടി ഒന്നിൻ്റെ കൂടെ ഒന്ന് മേടിച്ചു. ഒന്ന് ഇവിടെ മോക്ക് കൊടുക്കാന്ന് വെച്ചാൽ എക്സാം വരുമല്ലേ, അതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് എന്നാ പ്രത്യേകത, ഇതിനകത്ത് നമ്മുടെ പെയിന്റിങ് ബ്രഷില്ലേ അതും കൂടെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പെൻസിൽ മാത്രമേ അതും കൂടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് ഫിക്സ് അല്ല ഈ പെൻസിലല്ല. ഈ നമ്മുടെ ഈ സാധാരണ പെൻസിലല്ല, അറിയാലോ, ഇതിന്റെ നിബ് മാറ്റി ഇടാൻ പറ്റുന്ന അതിൻ്റെ ഇത് പെൻസിൽ ലിഡ് ഉള്ളതാണ്. ലിഡ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ബ്രഷും കൂടെ കയറ്റാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇത് മേടിച്ചത്. പിന്നെ ഞാൻ മേടിച്ചൊരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളൊരു എന്താണെന്നറിയത്തില്ല, സ്ക്വിഷി ടൈപ്പ് ഒരു സാധനം കേട്ടോ. ഇതിന്റെ കുറെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം തട്ടിക്കൊണ്ട് പോയി ഇവിടുത്തെ ആള് കേട്ടോ. അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ മേടിച്ചത്. പിന്നെ ഒരു ചെറിയൊരു ഡെസ്ക് ഡെക്കോർ ആയിട്ടുള്ള ഐറ്റം, ഇത്രയാണ് മേടിച്ചത്. അപ്പൊ അടുത്ത പ്രാവശ്യത്തെ ഗിവ് എന്ന് പറയുന്നത് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത കിട്ടവരാണെങ്കിൽ പോലും അവരിൽ ഒരാൾക്കും ഉണ്ടായിരിക്കും ഗിഫ്റ്റ് കേട്ടോ.